ഫലസ്തീൻ ജനതയ്ക്ക് സഹായവും പിന്തുണയുമായി ഗസ തീരം ലക്ഷ്യമിട്ടെത്തിയ ഗ്ലോബൽ സുമദ് ഫ്ലോട്ടിലെ തടഞ്ഞ ഇസ്രായേൽ 13 ബോട്ടുകൾ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു. 30 ബോട്ടുകൾ ഗസ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. ഗ്രേറ്റ തുംബർഗ് അടക്കം 200 പേരെ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തുവെന്ന് സംഘാടകർ അറിയിച്ചു. ഇസ്രായേൽ നടപടിക്കെതിരെ ലോകമെമ്പാടും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെ മാത്രം 70 പേരാണ് കൊല്ലപ്പെട്ടത്. BK സുഹൈൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു എന്നോടൊപ്പം. സുഹൈൽ, എന്താണ് ഇപ്പോൾ ഈ ഫ്ലോട്ടിലയുടെ സ്റ്റാറ്റസ്? എന്താണ് ഇസ്രായേലിന്റെ അതിനോടുള്ള സമീപന രീതി? എങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക? നിഷാദ്, ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് 26 കപ്പലുകൾ ഇപ്പോഴും ഗസൻ തീരത്തോട് അടുത്തുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും ഈ ഇസ്രായേൽ സേനയ്ക്ക് തടുത്തിടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏകദേശം 50 കിലോമീറ്റർ അടുത്തേക്ക്, ഗസയുടെ 50 കിലോമീറ്റർ അടുത്തേക്ക് ഈ കപ്പലുകൾ എത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നേരത്തെ പിടിച്ചെടുത്ത 13 കപ്പലുകളിൽ നിന്നടക്കമുള്ള ആളുകളെ, 200-ലധികം വരുന്ന ആളുകളെ ഇസ്രായേൽ സേന തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അവർ പക്ഷേ ഇസ്രായേലിന്റെ ഒരു ഉത്തരവിലും ഒപ്പിടാൻ സാധിക്കില്ല എന്ന നിലപാടെടുക്കുന്നു. അവരിനി എന്താണ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ലോകത്തിന്റെ കണ്ണ് മുഴുവൻ ഈ 26 കപ്പലുകളിലേക്കാണ്. ഗസൻ തീരങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച, പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഭക്ഷണത്തിനു വേണ്ടി ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടിലേക്കായുള്ള കാത്തിരിപ്പ് നമ്മൾ തുടരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അറസ്റ്റിനെതിരെ ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയ 200ഓളം വരുന്ന പ്രവർത്തകർക്ക് വേണ്ടി തെരുവിലിറങ്ങുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. ഇസ്രായേലിന്റെ 18 വർഷം നീണ്ട ഗസ ഉപരോധം ഭേദിക്കാനും അവശ്യ മാനുഷിക സഹായം എത്തിക്കാനും ലക്ഷ്യമിട്ടാണ് 44 രാജ്യങ്ങളിൽ നിന്നുള്ള 50-ലധികം കപ്പലുകൾ ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില എന്ന പേരിൽ ഗസയിലേക്ക് യാത്ര തിരിച്ചത്. ഓഗസ്റ്റ് 31 സ്പെയിനിലെ ബാഴ്സലോണയിൽ നിന്ന് തിരിച്ച ഈ ഫ്ലോട്ടില സംഘം ഇപ്പോൾ 3000-ലധികം വരുന്ന കിലോമീറ്ററുകൾ പിന്നിട്ട് ഇവിടേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ രൂപമായി മാറി. ഏതായിരുന്നാലും ഇസ്രായേൽ സേനക്ക് സൈനികമായി അവരെ നേരിടാൻ സാധിച്ചു എങ്കിലും ഗസക്കുള്ളിലുള്ള മാനുഷിക ദുരന്തത്തെ ലോകത്തിനു മുമ്പിൽ അറിയിക്കാനും അതേപോലെ തന്നെ UN മനുഷ്യാവകാശ വേദികളിലും അതേപോലെ തന്നെ നിരവധി രാജ്യങ്ങളിലും ഈ ഒരു വലിയ കൂട്ടക്കൊലയെയും അതേപോലെ തന്നെ വംശഹത്യയെയും ഉയർത്തിക്കാട്ടാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ നയതന്ത്ര തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെട്ടു പോകുന്നത് നമ്മൾ കാണുന്നു. അമേരിക്കയുടെ പിന്തുണ ഉണ്ടെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വലിയ പ്രതിരോധ ശബ്ദങ്ങൾ ഉയർന്നു. ഇറ്റലി, സ്പെയിൻ, നോർവേ പോലുള്ള രാജ്യങ്ങൾ നേരിട്ട് ഈ ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടിലേക്ക് സുരക്ഷ നൽകാൻ എത്തിയിരുന്നു. അതേപോലെ തന്നെ ഗസ വിഷയത്തിൽ ഇസ്രായേലും US-ന്റെയും നിലപാടുകൾക്കെതിരെ യൂറോപ്പിൽ വലിയ ശബ്ദങ്ങൾ ഇപ്പോൾ ഉയരുന്നതായി നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ പൊതുജനാഭിപ്രായം ഏറ്റവും കൂടുതൽ ഗസക്ക് അനുകൂലമായി മാറ്റുന്നതിൽ ഈ ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില ഈ സംഘത്തിന്റെയും അതേപോലെ തന്നെ ഈ പ്രതിരോധത്തിന്റെയും പ്രാധാന്യം ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ അന്താരാഷ്ട്ര വാർത്താ ചാനലുകളിലും ഈ ഫ്ലോട്ടിലെ തടയുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഗസക്കുള്ളിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, അതേപോലെ തന്നെ ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനം, കടൽപാതയുടെ സുരക്ഷ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ശക്തമായി തന്നെ ഉയരുന്നത് നമ്മൾ കാണുന്നു. എന്ന് മാത്രമല്ല, ഫലസ്തീൻ പ്രശ്നം അതേപോലെ തന്നെ ഹമാസ് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നു. ഇത് ഒക്ടോബർ 7 ഉണ്ടായ ഒരു സംഭവമല്ലായിരുന്നു. കഴിഞ്ഞ 18 വർഷമായി ഗസക്കുള്ളിൽ ഉണ്ടാവുന്ന ഉപരോധത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഹമാസ് ഉൾപ്പെടെയുള്ള ഫലസ്തീൻ പ്രതിരോധ സംഘടനകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കൂടുതൽ സഹാനുഭൂതി നേടുന്ന കാഴ്ചയെ നമ്മൾ കാണുകയാണ്. ഒപ്പം തന്നെ ഈ മിഡിൽ ഈസ്റ്റിനുള്ളിൽ പുതിയ ഒരു രാഷ്ട്രീയത്തിനും ഇത് ഏറെ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട്. കാരണം സാധാരണക്കാരായ ആളുകൾക്ക് ഇങ്ങനെ കപ്പലുകളിൽ ഇങ്ങോട്ട് യാത്ര ചെയ്യാമെങ്കിൽ, ഈ കടൽപാത ഉപയോഗിക്കാമെങ്കിൽ, അന്താരാഷ്ട്ര സമുദ്രപാത ഉപയോഗിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് അവരുടെ കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗസയിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചുകൂടാ? ഈ പട്ടിണിക്കൊലക്കെതിരെ പൊരുതിക്കൂടാ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം അത് സോഷ്യൽ മീഡിയയിൽ സജീവമായി തന്നെ ഉയരുന്നുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്സിലെ പുതിയ ഒരു വഴിത്തിരിവായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിഷാദ്.